Hey guys, welcome back to another video. Ranjit here. So യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന ആ ഒരു ഘട്ടം മുതൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. സോ അതിൻ്റെ കോമൻറ്റ് സെക്ഷനിലായിട്ടും അതോടൊപ്പം തന്നെ എനിക്ക് പേഴ്സണൽ മെസ്സേജസുമായിട്ടും ഒക്കെ ഉയർന്നു വന്നിട്ടുള്ളൊരു ചോദ്യമാണ് ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് ജോബ് എത്രമാത്രം സെക്യൂർ ആണ്, അല്ലെങ്കിൽ ഈ ജോബ് സെക്യൂരിറ്റി എന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ടുള്ള കൺഫ്യൂഷൻ. സോ നമ്മൾ ഈ എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുൻപായിട്ട് ഈ കൺഫ്യൂഷൻസ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം എന്നുള്ളത് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ പേഴ്സണലി നിങ്ങളുടെ ഓരോ കമൻസിനുമുള്ള റിപ്ലൈ എന്നതിനുപരി ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ ഈ ഒരു കാര്യം അഡ്രസ് ചെയ്യുകയാണ്. സോ വാട്ട് ഇസ് ദ റിയൽ ട്രൂത്ത് ബിഹൈൻഡ് ജോബ് സെക്യൂരിറ്റി കൺസേൺസ് ഓഫ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്? അതോടൊപ്പം തന്നെ ലെറ്റ്സ് ചെക്ക് ദിസ് റിയാലിറ്റി ആൻഡ് ക്ലിയർ ദ കൺഫ്യൂഷൻ. ബേസിക്കലി യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് മാത്രമല്ല, സമാന രീതിയിലുള്ള മറ്റ് പബ്ലിക് സെക്ടർ ജോബുമൊക്കെ ആയി ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികൾക്കുള്ള അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ആയിരിക്കും നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ അഡ്രസ് ചെയ്യുക. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ എക്സാമിനേഷൻസിന് തയ്യാറെടുക്കുന്ന ഒരാളാണെങ്കിൽ ഒരല്പം പേഷ്യൻസോടുകൂടി ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുന്നതിന് വേണ്ടി ശ്രമിക്കുക. എനിവേ, വിത്തൗട്ട് ഫർദർ ഡിലേ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്ട്രേറ്റ് ടു ദ ക്വസ്റ്റ്യൻ. ജോബ് സെക്യൂരിറ്റി കൺസേൺസ്, ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പോസ്റ്റുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ആ ഒരു കൺസേൺസും അതിൻ്റെ ഫാക്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യം നമ്മൾക്കൊന്ന് അഡ്രസ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു പർട്ടിക്കുലർ പോസ്റ്റ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമ്മൾക്കറിയാം കേരള PSC റിക്രൂട്ടഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് വിത്ത് എ ഡിഫൈൻഡ് പേ സ്കെയിൽ ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി റൂൾസ്. മറ്റേതൊരു പബ്ലിക് സെക്ടർ ജോലിയെ പോലെ ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള പേ സ്കെയിൽ വെച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി റൂൾസ് വെച്ചുകൊണ്ട് അങ്ങനെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്നുള്ള ഈ ഒരു പർട്ടിക്കുലർ പോസ്റ്റ്. അത് നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇതൊരു റെഗുലർ പബ്ലിക് സെക്ടർ അപ്പോയിൻമെൻ്റ് ആണ്. അതായത് ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ തന്നെ നോട്ടിഫിക്കേഷനൊക്കെ വളരെ വ്യക്തമായി മെൻഷൻ ചെയ്തുകൊണ്ട് പ്രൊബേഷൻ കൺഫർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് അത്തരത്തിൽ PSC നടത്തുന്ന ഒരു പബ്ലിക് സെക്ടർ അപ്പോയിൻമെൻ്റ് ആണ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ദീസ് അപ്പോയിൻമെൻറ്റ്സ് ആർ ആക്ച്വലി ഡൺ ടു സാങ്ഷൻ പെർമനൻറ്റ് വേക്കൻസീസ്. അതായത് ഒരു കോൺട്രാക്ട് ബേസിസിലോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടോ ഒക്കെ ചില പോസ്റ്റുകളിലേക്ക് അത്തരത്തിൽ നിയമനം നടത്തുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളൊരു നോട്ടിഫിക്കേഷൻ അല്ല ഇത്. സോ അതും വളരെ വ്യക്തമായിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ തന്നെ മെൻഷൻഡ് ആണ്. വളരെ ക്ലിയർ ആയിട്ടുള്ള ഒബ്വിയസ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണിത്. ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത്, statutory service protections just like any other public sector job is applicable to this post as well. ഈ ഒരു പർട്ടിക്കുലർ പോസ്റ്റിനും മറ്റേതൊരു പബ്ലിക് സെക്ടർ ജോബിലുള്ളതുപോലെയുള്ള സ്റ്റാറ്റ്യൂട്ടറി സർവീസ് പ്രൊട്ടക്ഷൻസ് ഉണ്ട്. അതായത് നിയമപരമായിട്ടുള്ള അത്തരത്തിലുള്ള സേവനവുമായി ബന്ധപ്പെട്ട പ്രൊട്ടക്ഷൻസ് ഉണ്ട് എന്നൊരു കാര്യം മനസ്സിലാക്കുക. അതായത് ഇപ്പോൾ PSC നടത്തുന്ന റിക്രൂട്ട്മെൻറ്റ്സിൽ എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഈവൻ അതിന് മുൻപ്, അതായത് ഇപ്പോൾ 2015 ശേഷമാണ് ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റിയിലെ നോൺ ടീച്ചിങ് സ്റ്റാഫ്സിൻ്റെ നിയമനം PSCക്കായിട്ട് വിടുന്നത്. 2016 അതിൻ്റെ ആദ്യ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്ത് അത്തരത്തിൽ റിക്രൂട്ട്മെൻറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നത്. അതിന് മുൻപായിട്ടും പെർമനൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സ് നടത്തുന്ന സ്ഥാപനങ്ങളിൽ അവിടെയുള്ള ആ സ്റ്റാഫുകളുടെ സർവീസ് കണ്ടീഷൻസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രൊട്ടക്ഷൻസിന് വേണ്ടിയുള്ള സ്റ്റാറ്റ്യൂട്ടറി റൂൾസ് ഉണ്ട് എന്നൊരു കാര്യം മനസ്സിലാക്കുക. ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സ്റ്റാറ്റ്യൂട്ട്സ് എടുത്ത് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കുന്ന ഒന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ സാധാരണ സർക്കാർ സർവീസുകളിലുള്ള ഒരു പ്രൊട്ടക്ഷൻ, ഇപ്പോൾ KSR വഴിയുള്ള ആ റൂൾസ് നമ്മൾക്കറിയാം. സോ അങ്ങനെയുള്ള സർവീസ് പ്രൊട്ടക്ഷൻസ് ഇത്തരത്തിലുള്ള പബ്ലിക് സെക്ടർ ജോബ്സിനും ഉണ്ട് എന്നൊരു കാര്യം മനസ്സിലാക്കുക. സോ അത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പോസ്റ്റിനും ഡെഫിനറ്റ്ലി അപ്ലിക്കബിൾ ആണ്. സോ ഫൈനലി പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അബ്സല്യൂട്ട്ലി ദർ ഈസ് നോ റൂം ഫോർ കൺഫ്യൂഷൻ. അതായത് ഇവിടെ ജോബ് സെക്യൂരിറ്റി എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഈ ഒരു ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം വളരെ അബ്രപ്റ്റായി നിങ്ങൾക്ക് ആ ഒരു ജോലി നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിൽ അത്തരത്തിലുള്ള പ്രോബ്ലംസ് വരുമോ, ഇതാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. അത്തരത്തിലുള്ളൊരു പ്രോബ്ലം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നില്ല എന്നൊരു കാര്യം മനസ്സിലാക്കുക. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് നിയമനമൊക്കെ ആയി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള കൺഫ്യൂഷൻസും അല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസ്പെറൻസി ഇഷ്യൂസ് ഇതൊക്കെ മുൻകാലത്തുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ അതാത് യൂണിവേഴ്സിറ്റികളിലേക്കുള്ള നോൺ ടീച്ചിങ് സ്റ്റാഫ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റ് അത്തരത്തിൽ നടത്തിയിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, ചില ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ആ റിക്രൂട്ട്മെൻറ്റ്സ് PSCയിലേക്ക് മാറ്റുന്നത്. ഞാനിവിടെ ഈ മെൻഷൻ ചെയ്ത കാര്യങ്ങളൊക്കെ ലോജിക്കലായിട്ടുള്ള ആ ഫാക്റ്റുകളാണ്, അത് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ആൻഡ് ഫൈനലി നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, ഇത്തരത്തിലുള്ള യാതൊരു കൺഫ്യൂഷനും നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആവശ്യമില്ല. ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇത് വളരെ പ്രോമിനൻ്റ് ആയിട്ട് ഈ PSC എക്സാമിനേഷൻ അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലികൾക്കായിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ മനസ്സിലുള്ള ചില കാര്യങ്ങളാണ്. അതിൽ ചില കാര്യങ്ങൾ മിത്ത് എന്ന രീതിയിൽ നമുക്ക് പറയാം. ആ ഒരു ഫാക്റ്റ് കൂടി നമ്മൾക്കൊന്ന് അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. ദ റിയാലിറ്റി ഓഫ് ജോബ് സെക്യൂരിറ്റി ആൻഡ് എ ടെൻഷൻ ഫ്രീ ലൈഫ്, എസ്പെഷ്യലി ഗവൺമെൻറ് ജോലി റിലേറ്റഡ് ആയിക്കൊണ്ട് ഉദ്യോഗാർത്ഥികളുടെ മനസ്സിലുള്ള ചില ചിന്തകളെക്കുറിച്ചാണ്. അതിൽ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഓഫ് കോഴ്സ് നമുക്ക് എഗ്രി ചെയ്യാൻ സാധിക്കുന്ന ഒരു പോയിൻ്റാണ്, ഗവൺമെൻറ് ജോബ്സ് ഓഫർ മോർ അല്ലെങ്കിൽ സ്ട്രോങ് ജോബ് സെക്യൂരിറ്റി കമ്പയർഡ് ടു അതർ സെക്ടേഴ്സ്. മറ്റുള്ള ചില സെക്ടേഴ്സുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രൈവറ്റ് സെക്ടർ ജോബുകളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ബിസിനസ് രംഗമായിക്കൊള്ളട്ടെ, ഇവയൊക്കെ കൺസിഡർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി സ്റ്റെബിലിറ്റിയുള്ള അല്ലെങ്കിൽ സെക്യൂരിറ്റിയുള്ള ഒന്ന് തന്നെയാണ് ഈ ഗവൺമെൻറ് ജോബ്സ് എന്നുള്ളൊരു കാര്യം. അതൊരു ഫാക്റ്റാണ്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള ഒരു ജോബ് സെക്യൂരിറ്റി ദാറ്റ് ഡസ് നോട്ട് മീൻ എ ടെൻഷൻ ഫ്രീ ലൈഫ്
ഫോർ ദ നെക്സ്റ്റ് 30-40 years. അതായത് ഇത് വളരെ നാച്ചുറലായിട്ട് ഞാനതൊരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു കുറ്റം എന്ന രീതിയിൽ ഉദ്യോഗാർത്ഥികളോട് പറയുന്ന ഒരു കാര്യമല്ല. നാച്ചുറലായിട്ട് ഉദ്യോഗാർത്ഥികളുടെ മനസ്സിലേക്ക് വരുന്നൊരു ചിന്തയാണ്. നമ്മളൊരു ജോലിക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള ചില ഇഷ്യൂസ് അത് പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് നമ്മളൊരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത്. സോ ആ ഒരു ഘട്ടത്തിൽ തന്നെ ഉദ്യോഗാർത്ഥികൾ വളരെ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, അങ്ങനെ ഒരു ജോലി ലഭിച്ചു കഴിഞ്ഞാൽ അടുത്ത 30 അല്ലെങ്കിൽ 40 വർഷം വളരെ ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ് നമ്മൾക്ക് കിട്ടും. ഡെഫിനറ്റ്ലി നമ്മുടെ ലൈഫിലുള്ള പല പ്രോബ്ലംസും ആ ഒരു ജോലി കൊണ്ട് സോൾവ് ചെയ്യപ്പെട്ടേക്കാം എന്ന് കരുതി അടുത്ത ഒരു 30-40 years നമുക്ക് വളരെ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഗവൺമെൻറ് ജോലി. ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ ഇതിനെ കാണാതിരിക്കുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് ഉദ്യോഗാർത്ഥികളോട്. അതായത് നമ്മളൊരു പർട്ടിക്കുലർ ജോബിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ആ ഒരു ജോബിൻ്റെ പോസിറ്റീവ്സ് അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന പേർക്സ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് വറീഡ് ആവുക. അല്ല, അതിൽ എന്തുമാത്രം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അതിൻ്റെ വർക്ക് പ്രഷർ എങ്ങനെയാണ്, എന്തുമാത്രം നമ്മൾ അക്കൗണ്ടബിൾ ആയിരിക്കണം, ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ആ ഒരു ഘട്ടത്തിൽ ചിന്തിക്കുകയില്ല. ഇപ്പോൾ LDC എക്സാമിനേഷൻ തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രീമാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്ലേസ്ഡ് ആവണമെന്നുള്ളത്. ആ ഒരു എക്സാമിനേഷൻ തയ്യാറെടുക്കുന്ന ഘട്ടത്തിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ക്ലറിക്കൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്ന റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അവിടെയുള്ള പ്രഷർ എങ്ങനെയായിരിക്കും, നമ്മൾ എത്രമാത്രം അക്കൗണ്ടബിൾ ആയിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നോർമലി ഉദ്യോഗാർത്ഥികൾ ചിന്തിക്കാറില്ല എന്നുള്ളതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവർക്ക് തീർച്ചയായിട്ടും റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമായിരിക്കും. നമ്മളൊരു എക്സാമിനേഷൻ തയ്യാറെടുക്കുന്ന ഘട്ടത്തിൽ നമ്മൾക്കൊരു ജോലിയോടുണ്ടാകുന്ന ആ ഒരു പേഴ്സ്പെക്റ്റീവും നമ്മൾ ലിറ്ററലി അവിടെ എത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സിറ്റുവേഷനും എൻറ്റയർലി ഡിഫറൻ്റ് ആയിരിക്കും. ഒരിക്കലും ഞാൻ ഈ പറയുന്ന ഒരു കാര്യം നെഗറ്റീവായിട്ട് നിങ്ങൾ എടുക്കരുത്. ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് ഇത്തരത്തിൽ ഏതൊരു ജോലിയും എന്ന് നമുക്ക് പറയാം, എസ്പെഷ്യലി ഒരു ഗവൺമെൻറ് സെക്ടർ ആകുമ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രഷർ എന്ന് പറയുന്നത്, അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് കൂടുതലാണ്. കാരണം നമ്മുടെ ആക്ഷൻസ് അഫക്റ്റ് ചെയ്യുന്നത് മറ്റുള്ള ആളുകളെ കൂടിയാണ്. സോ ആ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ മനസ്സിൽ വേണം. ഇനി അടുത്തൊരു പോയിൻ്റ് എന്ന് പറയുന്നത് എക്സെപ്ഷണൽ സിറ്റുവേഷൻസ് ഓർ ക്രൈസിസ്. ഞാനിവിടെ ഈ ഒരു പോയിൻ്റ് വളരെ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യാനുള്ള ഒരു കാരണം ചില ഡിസ്കഷൻസിലൊക്കെ എനിക്ക് കാണാനായിട്ട് സാധിച്ചു, ചില ആളുകളൊക്കെ ആ ഡിസ്കഷൻസിനെ കൊണ്ടുവരിക്കുന്ന ഒരു എക്സ്റ്റെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിൽ വളരെ വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷൻ വരികയാണ് എങ്കിൽ ഫൈനലി റിമെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏതൊക്കെയായിരിക്കും, ഇങ്ങനെയൊക്കെ ഈ ഡിസ്കഷൻസിനെ ആളുകൾ എത്തിക്കുകയാണ്. ലെറ്റ് മീ ടെൽ യു വൺ തിങ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതായത് വളരെ വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് അല്ലെങ്കിൽ എമർജൻസി കണ്ടീഷൻസ് വരികയാണ് എങ്കിൽ നമ്മൾക്ക് നമ്മുടെ സ്റ്റേറ്റിലുള്ള ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു ചെറിയ ജോലി കൊണ്ട് നമ്മൾ മാത്രം വളരെ സേഫ് ആയിട്ട് നിൽക്കും അല്ലെങ്കിൽ നമ്മളെ അത് അഫക്റ്റ് ചെയ്യില്ല എന്നൊരു ചിന്ത ഒരിക്കലും പാടില്ല. ഡെഫിനറ്റ്ലി അത്തരത്തിലുള്ള എക്സെപ്ഷണൽ സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ അത് എല്ലാ ആളുകളെയും അഫക്റ്റ് ചെയ്യും. ഇത് സ്ലൈറ്റ്ലി ഓവർ തിങ്കിങ് ആയിട്ട് എനിക്ക് തോന്നി. അതായത് തീർച്ചയായിട്ടും നമ്മൾക്കൊരു ജോലിയെക്കുറിച്ചുള്ള ധാരണ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് വേണം. എങ്കിലും ഇങ്ങനെയുള്ള എക്സെപ്ഷണൽ സിറ്റുവേഷൻസ് വന്നാൽ എന്ത് സംഭവിക്കും, അങ്ങനെ ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള ഒരുപാട് അനാലിസിസ് അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ഒരിക്കലും നിങ്ങളുടെ പ്രിപ്പറേഷനെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പാത്തിലേക്ക് നയിക്കില്ല എന്നൊരു കാര്യം ആലോചിക്കുക. അതുപോലെ തന്നെ പറയാനുള്ളൊരു കാര്യമാണ്, ഈ എക്സാമിനേഷനെ മാത്രമാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ തീർച്ചയായിട്ടും എനിക്കത് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആസ്പിറൻസ് എന്ന രീതിയിൽ യു ആർ ആക്ച്വലി ബാഡ്ലി ഇൻ നീഡ് ഓഫ് എ ജോബ്. നിങ്ങളൊരു ഗവൺമെൻറ് സെക്ടറിൽ ഈ ഒരു ലെവലിലുള്ള ജോബിന് വേണ്ടി വളരെ കഠിനമായിട്ട് ശ്രമിക്കുന്ന, അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വലിയൊരു പേഴ്സ്പെക്റ്റീവിൽ നമ്മൾക്ക് അവിടെ നമ്മുടെ മനസ്സിൽ അങ്ങനെ തോന്നുന്നത്. ബട്ട് ലെറ്റ് മീ ടെൽ യു, ലൈഫ് എന്ന് പറയുന്നത് ഇൻ എ ലാർജർ പെർസ്പെക്റ്റീവ് വിൽ ഓൾവേസ് ഹാവ് ഇറ്റ്സ് ഓൺ ചാലഞ്ചസ്. അത് ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ അത്തരത്തിൽ ഈവൻ പേഴ്സണലി എനിക്കത് അഷ്യൂർ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. വളരെ യങ് ഏജിൽ ഗവൺമെൻറ് സർവീസിൽ പ്രവേശിച്ച ഒരാളാണ് ഞാൻ. അതിനുശേഷം യാതൊരു വിധത്തിലുള്ള ചലഞ്ചസും ഇല്ലാതെ ലൈഫ് വളരെ സ്മൂത്ത് ആയിക്കൊണ്ടാണ് ഇത്രയും കാലം വന്നത് എന്ന് ഒരിക്കലും പറയാനായിട്ട് സാധിക്കുകയില്ല. എനിക്ക് തോന്നുന്നു മറ്റുള്ള ആളുകൾക്കും ഒക്കെ ഇത് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒന്ന് തന്നെയായിരിക്കും. ലൈഫിൽ പല രീതിയിലുള്ള ചലഞ്ചസ് നമ്മൾക്ക് വരും. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ സ്പെസിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾക്കുള്ള ഒരു പരിഹാരമായിട്ട് തീർച്ചയായിട്ടും ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പരിഹാരമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഗവൺമെൻറ് ജോലികളെ കാണാം. എങ്കിലും ലൈഫിനെ കുറച്ചുകൂടി ഒരു ലാർജർ പേഴ്സ്പെക്റ്റീവിൽ കാണാനായിട്ട് ശ്രമിക്കണം എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. ഈ ഒരു കാര്യം കൂടി വളരെ ജനറൽ ആയിട്ടുള്ള ചില വസ്തുതകളാണ്. എത്രമാത്രം നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ സാധിച്ചു അല്ലെങ്കിൽ നിങ്ങൾക്കത് അപ്ലിക്കബിൾ ആയി തോന്നി എന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും തോന്നിയ കാര്യങ്ങൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് ഞാൻ മെൻഷൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യം. അതായത് ഈ എക്സാമിനേഷൻസിന് തയ്യാറെടുക്കുന്ന ആസ്പിരൻസിനോട്, വളരെ സീരിയസ് ആയിട്ട് എക്സാമിനേഷൻസിനെ കാണുന്ന ആസ്പിരൻസിനോടാണ് ഈ വസ്തുതകൾ പറയാനായിട്ടുള്ളത്. ഫോക്കസ് ഓൺ യുവർ ഗോൾ ആൻഡ് ഇഗ്നോർ ദ നോയ്സ്. അതായത് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, അനലൈസ് യുവർ കറണ്ട് സിറ്റുവേഷൻ, ആംബിഷൻസ്, റെസ്പോൺസിബിലിറ്റീസ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്, അതായത് ഫൈനാൻഷ്യലി സോഷ്യലി ഒക്കെ ഉള്ള നിങ്ങളുടെ ഒരു അവസ്ഥ എന്താണ് എന്നൊരു കാര്യം വളരെ വ്യക്തമായിട്ട് അത് വളരെ ഓണസ്റ്റ് ആയിക്കൊണ്ട് വളരെ റിയാലിറ്റിയോടുകൂടി അതൊന്ന് മനസ്സിലാക്കുക.
അതിനുശേഷം നിങ്ങളുടെ ആംബിഷൻസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ ആസ്പിറേഷൻസ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങൾ ആദ്യമായിട്ടൊന്ന് സ്വയം അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അണ്ടർസ്റ്റാൻഡ് ഹൗ ഇമ്പോർട്ടൻറ്റ് ഇസ് ദിസ് ജോബ് ആൻഡ് ദ ഡിഫറൻസ് ഇറ്റ് ക്യാൻ മേക്ക്. അതിനുശേഷം നിങ്ങൾ ചിന്തിക്കുക, അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പോലെയുള്ള ഒരു ജോലി, അല്ലെങ്കിൽ ഇപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് പോലെയുള്ള ഒരു ജോലി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ എത്ര പ്രാധാന്യമുള്ളതാണ്, എത്രമാത്രം ഇമ്പാക്റ്റ് ആ ഒരു ജോലി നേടുന്നതിലൂടെ നിങ്ങളുടെ ലൈഫിൽ വരും. ഈ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ അനലൈസ് ചെയ്യണം. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഗവൺമെൻറ് ജോലി മാത്രമാണ് ഒരാളെ ഫൈനാൻഷ്യലി സെക്യൂർഡ് ആക്കുന്ന ഒരു കാര്യം. അങ്ങനെ ഞാൻ ഒരിക്കലും ഒരു ഘട്ടത്തിലും ഉദ്യോഗാർത്ഥികളോട് അഭിപ്രായപ്പെടുകയില്ല. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ നമ്മൾക്ക് പല സെക്ടേഴ്സ് ചൂസ് ചെയ്യാം. നമ്മളുടെ ചില പ്രിഫറൻസസിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മളുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് അതിന് ഏറ്റവും അലൈൻഡ് ആയിട്ട് നിൽക്കുന്നത് ഇത്തരത്തിലുള്ള സർക്കാർ സർവീസുകൾ ആയതുകൊണ്ടാണ് നിങ്ങൾ പ്രോബ്ലി ഈ ഒരു ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജോലിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റോ അല്ലെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റോ നൽകുന്നതിനേക്കാൾ കൂടുതൽ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി നൽകുന്ന, അല്ലെങ്കിൽ സോഷ്യലി നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ സ്റ്റെബിലിറ്റി നൽകുന്ന കരിയർ ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് ചൂസ് ചെയ്യാം. എന്നാൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ഈ ഒരു എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റായിട്ടും അതിന് പിന്നിൽ ഒരു കാരണമുണ്ടാകും. അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ റീസൺസ് കൊണ്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു ജോലിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത്. അതെന്താണെന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ കറണ്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ഈ ജോലി എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉള്ളതാണ് എന്നൊരു കാര്യം മനസ്സിലാക്കുക. അതിനുശേഷമായിരിക്കണം നിങ്ങൾ പ്രിപ്പറേഷൻസ് തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ അതായിരിക്കണം നിങ്ങളെ പ്രിപ്പറേഷനിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് പ്ലീസ് ഡോണ്ട് ലെറ്റ് റൂമേഴ്സ് നെഗറ്റിവിറ്റി വീക്കൻ യുവർ പ്രിപ്പറേഷൻ. ഇത് സാധാരണഗതിയിൽ ഏതൊരു എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷന് ശേഷവും വരുന്ന ഒരു കാര്യമാണ്. പല രീതിയിലുള്ള റൂമേഴ്സ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് വരും, വാക്കൻസീസ് റിലേറ്റഡ് ആയിക്കൊണ്ട് വരും, എക്സാമിനേഷൻ്റെ പാറ്റേൺ റിലേറ്റഡ് ആയിക്കൊണ്ട്, അത്തരത്തിൽ പല രീതിയിലുള്ള റൂമേഴ്സും നെഗറ്റിവിറ്റിയും ഒക്കെ വരും. ഇതിൽ ക്യാരിഡ് അവേ ആകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരിക്കലും വളരെ മികച്ച രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഡെഫിനറ്റ്ലി അത് നിങ്ങളുടെ പ്രിപ്പറേഷനെ വീക്കൻ ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. സോ ആ ഒരു കാര്യം ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെയാണ് ഈ വേക്കൻസീസുമായി ബന്ധപ്പെട്ട കാര്യവും. ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പോസ്റ്റിൻ്റെ ഒരു കാര്യം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ആദ്യഘട്ടത്തിൽ, അതായത് 2016 PSC അത്തരത്തിലുള്ള റിക്രൂട്ട്മെൻറ്റ് നടത്തിയപ്പോൾ വളരെ മാസീവായിട്ടുള്ള നമ്പേഴ്സിലാണ് റിക്രൂട്ട്മെൻറ്റ്സ് നടത്തിയത്. തൗസൻഡ്സ് ഓഫ് വേക്കൻസീസാണ് ആ ഒരു വർഷം തന്നെ ഫില്ല് ചെയ്തത്. അതുമായിട്ട് നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള വേക്കൻസീസ് കമ്പയർ ചെയ്താൽ ഡെഫിനറ്റ്ലി അത് കുറവായിരിക്കും. ഇപ്പോൾ അവസാനം നടത്തിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ്സ് കമ്പയർ ചെയ്താൽ ഡെഫിനറ്റ്ലി അത് കുറവായിരിക്കും. എങ്കിലും നിങ്ങൾ ആലോചിക്കേണ്ടതായിട്ടൊരു കാര്യം, ഈ പോസ്റ്റിൽ അത്തരത്തിൽ വരുന്ന വേക്കൻസീസ് എല്ലാം ഫില്ല് ചെയ്യപ്പെടുക ഇനി വരുന്ന ഈ ഒരു എക്സാമിനേഷനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ്. അതായത് ഈ ഒരു എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള ആസ്പിരൻസിനിടയിൽ നിന്ന് തന്നെ ആയിരിക്കും ഈ വേക്കൻസീസ് ഫില്ല് ചെയ്യപ്പെടുക എന്നൊരു കാര്യം ഓർക്കുക. സോ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ദ കാൻഡിഡേറ്റ്സ് ഹു സ്റ്റേ ഫോക്കസ്ഡ് ആൻഡ് കൺസിസ്റ്റൻറ്റ് വിൽ ടേക്ക് ദ സീറ്റ്സ്. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. വളരെ കൺസിസ്റ്റൻ്റായി ഫോക്കസ്ഡ് ആയിട്ട് പ്രിപ്പറേഷൻസ് ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ ജോലി നേടും എന്നുള്ളത് ഉറപ്പാണ്. സോ നിങ്ങളുടെ കൺട്രോളബിൾസ് എന്തൊക്കെയാണ് എന്നുള്ളത് ആലോചിക്കുക. അതിനുള്ളിൽ നിന്നുകൊണ്ട് എക്സാമിനേഷൻസിന് തയ്യാറെടുക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഒരിക്കലും വേക്കൻസീസ് ഒരുപാട് കൂട്ടാനായിട്ടോ അത് നമ്മുടെ കൺട്രോളിൽ വരുന്ന ഒരു കാര്യമല്ല. ആൻഡ് ഐ ടെൽ യു വൺ തിങ് വെരി ക്ലിയർലി, നിങ്ങൾ ഇത്തരത്തിലുള്ള റൂമേഴ്സിലോ അല്ലെങ്കിൽ നെഗറ്റിവിറ്റിയിലോ ഒക്കെ ക്യാരിഡ് അവേ ആയി വളരെ വീക്കെൻഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് ചെയ്യുന്നതെങ്കിൽ ഈവൻ 4000 5000 വേക്കൻസീസ് ഉള്ള ഒരു ഡിഗ്രി ലെവൽ ജോബും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി ബ്രൂട്ടൽ ആയിട്ടുള്ള കോമ്പറ്റീഷൻ ഈ ലെവലിലുള്ള ജോലികൾക്കുണ്ട്. എന്നാൽ നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയി കൺസിസ്റ്റൻ്റ് ആയിട്ട് വളരെ പോസിറ്റീവായിട്ട് പ്രിപ്പറേഷൻസ് ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് 4000 5000 വേക്കൻസീസ് ആവശ്യമില്ല. നിങ്ങൾക്കൊരു ജോലി നേടിയെടുക്കുന്നതിന് വേണ്ടി അത്രയധികം വേക്കൻസീസിൻ്റെ ആവശ്യമില്ല. സോ വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പറേഷൻസ് ചെയ്യുന്ന ആസ്പിരൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണിത്. ഞാനിത് വളരെ സ്പെസിഫിക് ആയിട്ട് ഈ ഒരു ഘട്ടത്തിൽ തന്നെ മെൻഷൻ ചെയ്യാനുള്ളൊരു കാരണം, മേ ബി ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് ഈ പ്രിപ്പറേഷനിൽ അത്തരത്തിൽ മാറി നിൽക്കുക, അല്ലെങ്കിൽ പ്രിപ്പറേഷനിൽ വളരെ വീക്കെൻഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലേക്ക് ഉദ്യോഗാർത്ഥികൾ പോകരുത് എന്നതുകൊണ്ടാണ്. സോ ഐ ഹോപ്പ് ഇറ്റ് വാസ് ഹെൽപ്ഫുൾ. ആൻഡ് ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിന് വേണ്ടി PSC പാഠശാല കണ്ടക്ട് ചെയ്യുന്ന 6 month ലോങ് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് ആൻഡ് മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ഇഗ്നൈറ്റ് 2026 ആദ്യ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഇപ്പോഴും ഓപ്പൺ ആണ്. ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും. ആ ഒരു കോഴ്സ് പേജിലുള്ള വീഡിയോ വളരെ വ്യക്തമായിട്ട് കാണുക. കോഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് കോഴ്സുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ ഇഗ്നൈറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് ഒരു മെസ്സേജ് അയക്കുക. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ചില ബെനിഫിറ്റ്സും അവൈലബിൾ ആയിരിക്കും. അതായത് നമ്മൾ ഇനി കണ്ടക്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് വേണ്ടിയുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ആ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സോ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ആൻഡ് മേക്ക് ഷുവർ ടു ജോയിൻ അസ് ഓൺ പബ്ലിക് ടെലിഗ്രാം ചാനൽസ് വെൽ. നമ്മുടെ PSC പാഠശാല എന്ന പേരിലുള്ള പബ്ലിക് ടെലിഗ്രാം ചാനലിലും ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യുക.
സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സാധാരണ എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട സ്ട്രാറ്റജീസ്, ടൈം ടേബിൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അധികവും നമ്മുടെ ചാനലിലൂടെ ഡിസ്കസ് ചെയ്യാറുള്ളത്. എന്നാൽ ഈ ഒരു പർട്ടിക്കുലർ കാര്യം വളരെ സ്പെസിഫിക് ആയിട്ട് ഡിസ്കസ് ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ടാണ്. കാരണം ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ വളരെ പ്രതീക്ഷയോടുകൂടി ഒരു എക്സാമിനേഷന് വേണ്ടി കാത്തിരുന്ന് അത്തരത്തിൽ പ്രിപ്പറേഷൻ ആരംഭിക്കുമ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒരിക്കലും ബാധിക്കാനായിട്ട് പാടില്ല. ഒരു പകുതി ശ്രമം എന്ന രീതിയിലൊന്നും നിങ്ങൾ ഒരിക്കലും ഇത്തരത്തിലുള്ള എക്സാമിനേഷന് വേണ്ടി ഇറങ്ങിത്തിരിക്കരുത്. ഞാൻ അതിന് പകരമായിട്ട് സജസ്റ്റ് ചെയ്യാൻ നിങ്ങൾ പ്രിപ്പറേഷൻ തന്നെ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നുകിൽ വളരെ ആത്മാർത്ഥമായി 100% ഡെഡിക്കേറ്റ് ചെയ്ത് പ്രിപ്പറേഷൻ ചെയ്യുക. അതല്ല എങ്കിൽ മറ്റുള്ള കരിയർ ഓപ്ഷൻസ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളൊരു ഹാഫ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ഇത്തരത്തിലുള്ളൊരു എക്സാമിനേഷന് കൊടുക്കുമ്പോൾ സംഭവിക്കുക, നിങ്ങളുടെ ടൈമും എനർജിയും വേസ്റ്റ് ആകും. ഒരിക്കലും അത്തരത്തിലുള്ളൊരു ശ്രമത്തിലൂടെ ഈ ഒരു ലെവലിലുള്ള എക്സാമിനേഷൻ നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. ആ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. സോ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്, ഏറ്റവും സീരിയസ് ആയിട്ട് പ്രിപ്പറേഷൻസ് ചെയ്യുന്ന ആസ്പിരൻസ് ഇത്തരത്തിലുള്ള നോയ്സ് ഒന്നും ശ്രദ്ധിക്കാതെ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. വളരെ പോസിറ്റീവായിരുന്നുകൊണ്ട് പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ശ്രമിക്കുക. യെസ്, സോ ഇത്രയും വസ്തുതകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാം. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് അറിയിക്കാം. നമ്മൾ ഇത്തരത്തിൽ നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട കൺസേൺസ് അല്ലെങ്കിൽ ഡിമാൻഡ്സ് ഇതൊക്കെ അനുസരിച്ചാണ് മുന്നോട്ടുള്ള വീഡിയോസും ക്രിയേറ്റ് ചെയ്യുക. ഡെഫിനറ്റ്ലി നമ്മൾ ഈ എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട സ്റ്റഡി പ്ലാൻസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എനിവേ, thank you so much guys for watching this particular video, and if you're first time here, then make sure to subscribe as well. So thank you so much once again, and see you in the next one.